ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റിയായ ഒരു ഡക്ക് മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു വലിയ ഡക്ക് എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ആക്കിയ ശേഷം അതിൻ്റെ വെയിറ്റ് 1.75 കിലോഗ്രാം ആയിരുന്നു. അങ്ങനെ നെയ്യൊന്നും കട്ട് ചെയ്ത് കളയാതെ വേണം ക്ലീൻ ആക്കി എടുക്കാൻ. നെയ്യ് കൂടെ ഉണ്ടെങ്കിലേ ഡക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഡക്കിൻ്റെ ഉളുമ്പുമണം മാറാനായി വിനാഗിരി കൂടി ചേർത്ത് അത് നല്ലതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ 1.75 കിലോഗ്രാം ഡക്കിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഇവ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം പ്രഷർ കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഡക്ക് കറി തയ്യാറാക്കാനായി ഒരു 8 പച്ചമുളക്, ഒരു 8 വെളുത്തുള്ളി, ഒരു 2 പീസ് ഇഞ്ചി ഇവ നല്ലതുപോലെ ചതച്ചതും, 4 സവാള അത് പകുതി ക്യൂബായിട്ടും പകുതി ചോപ്പ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽ മുളക് കൂടി എടുത്തിട്ടുണ്ട്. ഡക്ക് വേവിച്ചതിൽ നിന്ന് നല്ലതുപോലെ നെയ്യ് ഉള്ളത് കൊണ്ട് ആ നെയ്യാണ് ഞാൻ ഉള്ളി വഴറ്റുവാനായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചതച്ചതും വറ്റൽ മുളക് കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ പെരുജീരകം പൊടിച്ചത് കൂടി ചേർക്കാം. വീണ്ടും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് തേങ്ങയുടെ 1/4 പാൽ തന്നെ ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഡക്ക് വേവിച്ചത് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് മീഡിയം തീയിൽ അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. ഒരുവിധം നല്ലതുപോലെ കുറുകി വരണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് വേവിച്ച ശേഷം ആ ഡക്ക് നമുക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ഡക്ക് മപ്പാസാണിത്. വളരെ ടേസ്റ്റിയാണ്. ക്രിസ്മസ് സ്പെഷ്യലായി എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫ്രണ്ട്സ്.